ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്. നിന്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് നിങ്ങളെ വെറുതെ വിടും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടും. എത്ര ആയാലും അവരുടെ മകളെ പോലെ മരുമകളെ കാണാൻ പറ്റില്ല. അത് ഇവിടുന്ന് കെട്ടിച്ചു കൊടുത്ത പെൺകുട്ടികളെയും അതുപോലെ കാണാൻ പറ്റില്ല. ലോകം അങ്ങനെയാണ്. ഈ അമ്മായിയമ്മയും ഒരു കാലത്ത് മരുമകളായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും. പക്ഷേ ജീവിതത്തിൽ പിന്നെ മരുമക്കള് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ട സാധനങ്ങളാണ്. അതറിയില്ല. മരുമക്കൾ പൊട്ടേടോ. ദയവ് ചെയ്തിട്ട് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഞങ്ങളെ വഴിക്ക് പോവാണ്. ഞങ്ങൾ ആരും മൈൻഡ് വെക്കണില്ല എന്നല്ല. ഞങ്ങൾ സമാധാനത്തിൽ, ഞാനും മോളും ബാസികാക്കും ഒക്കെ സമാധാനത്തിലാണ് പോകുന്നത്. അതില്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, ഈ കമന്റ്സ് ഇടുന്നവർക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് അറിയണില്ലേ. എന്റെ പൊന്നാരം ജുബി, നിനക്ക് വേറെ പണിയൊന്നുമില്ല. മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, എന്തിനാണ് മറ്റുള്ളവരെ കാര്യം എടുക്കുന്നത്? കമന്റ് ബോക്സിൽ എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ ജീവിച്ച് കാണിച്ചു കൊടുക്ക്. കമന്റ് ഇടണവര് കമന്റ് ഇടട്ടെ. എല്ലാവർക്കും സത്യം പറഞ്ഞ നെഗറ്റീവാണ് ഇഷ്ടം. കമന്റ്സ് എനിക്ക് കുറച്ച് ആൾക്കാർ അയച്ചു തന്നു കേട്ടോ. ഓക്കെ, ഞാൻ വായിക്കാം. അതോടെ എൻ്റെ മൂടും പോയി. കുറച്ചു നേരം സമാധാനത്തിൽ നിന്നതാ ഇത്രയും ദിവസം. മനുഷ്യനെ എങ്ങനെ താഴ്ത്തി കെട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സമൂഹം മുഴുവൻ ചിന്തിക്കണം. പാട്ടിന് വിട്. ഞാൻ മൈൻഡ് വെക്കാറില്ല പല കമന്റ്സ്. നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ മരക്കൾ കഷ്ടപ്പെട്ടതും ഈ മരക്കളെ നോക്കിയതൊന്നും ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ നീ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ള ആളാന്ന് പറയും അല്ലേ? കൊറേ ഞാൻ കണ്ണുകടിയാണിത്, കണ്ണുകടി. മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞതാണ് അസൂയ എന്നൊക്കെ പറയും. കൊണ്ട് പലരും പലതും കാട്ടുകയൊക്കെ ചെയ്യും. ഇതിനൊക്കെ മൈൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നേരം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് പഴയ കാലത്തെ വീഡിയോകൾ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്യേ. ഇതിന്റെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങളെ വെറുതെ വിടും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടുവോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അത്തരം കൂപ്പുകയും അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോ നമ്മുടെ മനസാക്ഷിക്ക്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ അടുത്തുള്ള ആൾക്കാരോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ മനസാക്ഷിക്ക് തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതെ സന്തോഷകരമായിട്ട് ജീവിക്കും. ഇവർക്ക് എന്ത് തോന്നും? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ജനങ്ങൾ ജീവിച്ചു. അയ്യോ, അവർക്ക് എന്ത് തോന്നും? അവർക്ക് എന്തെങ്കിലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പൊട്ടയാവണമെന്നും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യണമെന്നല്ല പറയണത്. അസൂയ, കണ്ണുകടി, കുശുമ്പ്, കുറ്റി, കുല്ലായ്മ എന്നൊക്കെ പറഞ്ഞത് അവിടെ നടന്നോട്ടെ. അല്ലാതെ നിങ്ങൾ വന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. പിന്നെ മരുമക്കള് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ട സാധനങ്ങളാണ്. അതറിയിക്കള് പൊട്ടേടോ. നമ്മൾ നമ്മള് മരക്കളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് മരക്കളെ തലയിലൊക്കെ ഉണ്ടാവുക. അവിടെ വേറെ ആരും ഉണ്ടാവില്ല. മരക്കളാണ്. മരക്കള് മകനെ തട്ടിക്കൊണ്ടുപോയി. മരക്ക് മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരക്കളെ എന്താക്കാനൊന്നും എനിക്കറിയില്ല. അതങ്ങനെ കണ്ടാ മതി. ഏതൊരു ഉമ്മയിലും, അതിപ്പോൾ എൻ്റെ ഉമ്മയിലും നിങ്ങളുടെ ഉമ്മയിലും ഒരു മരുമകൾ വന്നു കഴിഞ്ഞാൽ ആ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് മരുമകളേക്കാൾ കൂടുതൽ ആ മക്കളാണ്. മകൻ. അതായത് ഉമ്മാക്കൊരു സ്നേഹം കൊടുക്കണം, ഉപ്പാക്കൊരു സ്നേഹം കൊടുക്കണം. അതുപോലെ തന്നെ കെട്ടിച്ചു വരുന്ന പെൺകുട്ടിക്കും നമ്മളൊരു ഭർത്താവ് എന്ന സ്ഥിതിയിൽ അതിൻ്റെതായ രീതിയിൽ നോക്കണം. നോക്കിയില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? നമ്മൾ ഭാര്യ വീട്ടിലോ അല്ലെങ്കിൽ അവരെടുത്തോ അല്ലെങ്കിൽ അവരെ ബന്ധക്കാരുടെ മുന്നിൽ നമ്മൾ പൊട്ടയാവും. അതെന്തുകൊണ്ട് പൊട്ടയാവും എന്ന് പറഞ്ഞാൽ അയ്യോ അവൻ നോക്കണില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു കാര്യം തിരിച്ചിങ്ങോട്ട് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത് എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ അതെന്നെ എന്നോട് പറയും, ഓ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുത്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെയാണ്, ഇവൾക്ക് ഇങ്ങനെയാണ്. ഈ പെൺകുട്ടികൾ വന്നിട്ട് വീട്ടിൽ പറയും. അപ്പോൾ ഉമ്മ പറയുന്നത് അമ്മായിയമ്മേ, അവളുടെ അമ്മായിയമ്മ അങ്ങനെ തന്നെയാണ്, അവളെ അമ്മായിയമ്മ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മകൻ്റെ ഭാര്യയോട് കാണിക്കുന്നതും ഇതുപോലൊക്കെ തന്നെ ആവും. നല്ലതും ഉണ്ടാവും കേട്ടോ, പൊട്ടയുണ്ടാവും. നല്ലതും പൊട്ടയുണ്ട്. അത് നമ്മൾ തരംതിരിച്ച് കാണണം. നല്ലതും പൊട്ടയുണ്ടാവും. പക്ഷേ ഈ അമ്മായിയമ്മയും ഒരു കാലത്ത് മരുമകളായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും.
ഇതിപ്പോൾ കോളേജിലൊരു റാഗിങ് നടക്കുന്ന ഒരു സംഭവം കണ്ടു നമ്മൾ എന്നതുപോലെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് പണ്ട് എൻ്റെ അമ്മായിമ്മ എന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്ന് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ ജീവിച്ച് ഇതുപോലെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അമർഷ എവിടെയെങ്കിലൊക്കെ ഒന്ന് തീർക്കണം, എവിടെയെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അതിന് അതുപോലെയുള്ള ഒരു പെൺകുട്ടി വരുമ്പോൾ ചെറുതായിട്ടെങ്കിലും അവർ നോക്കും. ഏത് തള്ളാരും എത്ര ആയാലും അവരുടെ മകളെ പോലെ മരുമകളെ കാണാൻ പറ്റില്ല. അത് ഇവിടുന്ന് കെട്ടിച്ചു കൊടുത്ത പെൺകുട്ടികളെയും അതുപോലെ കാണാൻ പറ്റില്ല. ലോകം അങ്ങനെയാണ്. ഞാൻ എൻ്റെ അയ്യോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോവില്ല. ഒരു ദിവസം എന്നോട് അവരെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മരുമകൾ പോയി, മരുമകൾക്കും വിഷമം. അങ്ങനത്തെ വീടുകളുണ്ട് കേട്ടോ. മകളും അതുപോലുള്ള അമ്മയുമുണ്ട്. കാരണം എൻ്റെ വീട്ടിനേക്കാൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ അമ്മയോട് കൂടി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന അത് രണ്ടും അതങ്ങനെയൊക്കെ കിട്ടാൻ കുറേ ഭാഗ്യം ചെയ്യണം. എന്നിരുന്നാലും ചില വീട്ടിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചില വീട്ടിൽ നിന്ന് നമ്മൾ ചിലർ മാറി നിൽക്കും. മോനെ തട്ടിക്കൊണ്ടുപോയി. മരക്കളാണ് വില്ലത്തികൾ, ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാണ്. സമ്മതിച്ചു. ഇത്രയും കാലം ഞാൻ വില്ലത്തിയായിരുന്നു. ചിലവര് മാറി നിൽക്കുന്നു, ചിലവരെ മാറ്റി നിർത്തുന്നു. ചില ആൾക്കാരെ വീട്ടുകാർ തന്നെ പറയും, നീയേ ഇവിടെ ശരിയാവില്ല, എൻ്റെ പെണ്ണിനായിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോന്ന് പറയുന്നത്. പല കുടുംബത്തും പലതരത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സത്യാവസ്ഥ കിടക്കുന്നുണ്ടാവും. അതിനി അറബിക്കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി താഴ്ത്തി വെച്ചാലും അതിങ്ങനെ പൊന്തി മോക്കള് പോലെ അത് പൊന്തി വരും. സത്യം ജയിക്കും, അത് ഉറപ്പാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫില്. അപ്പൊ മാറി നിൽക്കേണ്ടി വരും. അത് വെച്ചിട്ട് എങ്ങനെ മരക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ആവുക. ഭർത്താക്കന്മാര് പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഓല് പറയും എൻ്റെ വീട്ടിൽ പോയിക്കോ പറയൂ. എനിക്ക് ഓല് കൂടെ ജീവിക്കണ്ടേ, എനിക്ക് എൻ്റെ വ്യാപ്പള്ളിന്റെ മോളെ കൂടെ ജീവിക്കണ്ടേ. ഞാനിങ്ങനെ അവിടെ ഒരു ഇത് വരിക, എനിക്കറിയില്ല അത് കേട്ടോ. ആരെന്ത് കളി കളിച്ചാലും സത്യമായിട്ട് വരും. അതുകൊണ്ട് ജൂബി, നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കുക. ഞാനിങ്ങനെ കരഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് നല്ല സുഖമല്ല മരക്കളെ പറയാനേ. മരുമകള്, അമ്മായിയമ്മ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെ പറയും. നിങ്ങൾ നല്ല വ്ലോഗ് ചെയ്യുന്നവരാണ്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ വിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക. അറിയാനില്ല മക്കളെ, ഞാൻ കുറച്ച് പറഞ്ഞേ ഉള്ളൂ. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാത്തിനെയും നെഗറ്റീവ് ഉണ്ടാവും, ആദ്യം നെഗറ്റീവ് വരും. പക്ഷെ നെഗറ്റീവ് ഇങ്ങനെ ഒരു ക്രോസ് വെച്ചാൽ അത് പോസിറ്റീവാണ്. അതിനായിട്ട് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ എല്ലാം വിട്ടേക്ക്. നെഗറ്റീവ് ഓൾറെഡി മരക്കൊക്കെ വരട്ടെ ഇവരൊക്കെ നല്ല പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ്, നല്ല വൈബുള്ള ആൾക്കാരാണ്. അവർ മാത്രമാണ് കഷ്ടപ്പാടും. ഈ വന്ന് കയറിയ മരക്കളാണ് എല്ലാത്തിനും കച്ചറകാരി. കാലം കുറെ കഴിയുമ്പോൾ തെളിച്ച് വരും. വരാണ്ടിരിക്കില്ല, വരാണ്ട് എവിടെ പോവാൻ. അപ്പൊ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.